നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ആബ്സല്യൂട്ട് സിനിമ എന്ന് മാത്രമേ എഫ് സി ബാഴ്സലോണ വേഴ്സസ് ബെൻഫിക്ക മത്സരത്തെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. കളിയിലെ ഇരുഭാഗത്തു നിന്നും അടി തിരിച്ചടി. 4-5 ബാഴ്സലോണ വിജയിക്കുന്നത്. കളിയുടെ തുടക്കത്തിൽ തന്നെ അവരൊരു ഗോളിന് പുറകിലായി, പിന്നെ 3-1 പുറകിലായി, അതിനുശേഷം 4-2 പുറകിലായി, അതിനുശേഷം 4-5 വിജയിച്ച് കയറിയ ഒരു പോരാട്ടം. ഗോൾ കീപ്പിംഗ് എററുകൾ കണ്ട മത്സരം. സ്ട്രെയിഞ്ച് ഗോൾ കീപ്പർ അടിച്ചത് റാഫിഞ്ഞയുടെ തലയിൽ തട്ടി വലയിലേക്ക് പോയ മത്സരം. അതുപോലെ തന്നെ 3 പെനാൽറ്റികൾ കണ്ട മത്സരം. അങ്ങനെ ഒരു ആബ്സല്യൂട്ട് ഡ്രാമയാണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത്. ഒടുവിൽ ബാഴ്സലോണ 4-5 വിജയിച്ച് കയറുകയും ചെയ്തു. മത്സരത്തിൽ എഫ് സി ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ റോബർട്ട് ലെവൻഡോസ്കി, റാഫിഞ്ഞ, യമാൽ എന്നിവർ ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ തുടക്കത്തിൽ തന്നെ, അതായത് 2-ാമത്തെ മിനിറ്റിൽ തന്നെ പവലിഡിസിലൂടെ ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു ബെൻഫിക്ക. പക്ഷേ 13-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സലോണയെ ഒപ്പമെത്തിച്ചു. എന്നാൽ 22-ാമത്തെ മിനിറ്റിൽ പവലിഡിസ് തൻ്റെ ഗോൾ സമ്പാദ്യം 2 മാറ്റിയെന്ന് മാത്രമല്ല, 30-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം അവരുടെ സ്കോർ 3-1 എന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയി. ഇടവേള സമയത്ത് ബെൻഫിക്ക 3-1 മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ പക്ഷേ കാര്യങ്ങൾ മാറി മറിയുന്ന കാഴ്ച. 64-ാമത്തെ മിനിറ്റിലാണ് ആ ഒരു സ്ട്രെയിഞ്ച് ഗോൾ, റാഫിഞ്ഞയുടെ ഗോൾ വരുന്നത്. 3-2 എന്ന രൂപത്തിലേക്ക് കളി മാറി. പക്ഷെ അതിനുശേഷം 68-ാമത്തെ മിനിറ്റിൽ റൊണാൾഡോ അറൗഹോയുടെ പേരിൽ രേഖപ്പെടുത്തിയ ഓൺ ഗോളോടുകൂടി 4-2 ലീഡിലേക്ക് ബെൻഫിക്ക പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ 78-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് റോബർട്ട് ലെവൻഡോസ്കി സ്കോർ ലൈൻ 4-3 എന്ന രൂപത്തിലേക്ക് മാറ്റി. കളി പിന്നീട് 86-ാമത്തെ മിനിറ്റിൽ ഗാർഷ്യയുടെ ഗോളിലൂടെ, പെഡ്രോയുടെ അസിസ്റ്റിൽ നിന്ന് ഗാർഷ്യയുടെ ഗോളിലൂടെ 4-4 സമനില. അങ്ങനെ കളി അവസാനിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് കളിയുടെ അവസാന സമയത്ത് റാഫിഞ്ഞയുടെ ആ ഗോൾ പിറക്കുന്നത്, വിജയ ഗോൾ പിറക്കുന്നത്. 4-5 വിജയം സ്വന്തമാക്കിക്കൊണ്ട് എഫ് സി ബാഴ്സലോണ ഇതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് വീണ്ടും എത്താം.